നമസ്കാരം. 2025 മെയ് മാസത്തിൽ നടന്ന ആ നിർണായക സൈനിക നീക്കം നാം ആരും മറന്നിട്ടുണ്ടാവില്ല. ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലെ ഭീകര കേന്ദ്രങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണം. ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം ആ ആക്രമണത്തിന്റെ യഥാർത്ഥ ആഘാതം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പുതിയ തെളിവുകൾ പുറത്തുവരികയാണ്. പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ മുരീദ് എയർബേസിൽ ഇന്ത്യ തകർത്ത ആ കെട്ടിടം ഇപ്പോൾ പൂർണ്ണമായും നാമാവശേഷമായിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പാകിസ്ഥാന് ആ കെട്ടിടം പൊളിച്ചു നീക്കേണ്ടി വന്നത്? വിശദമായ റിപ്പോർട്ടിലേക്ക്. ലഭ്യമായ ഏറ്റവും പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം മുരീദ് എയർബേസിലെ പ്രധാന കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ പാകിസ്ഥാൻ പൂർണ്ണമായും പൊളിച്ചു നീക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മെയ് 10 ഇന്ത്യൻ വ്യോമസേന നടത്തിയ കൃത്യമായ മിസൈൽ ആക്രമണത്തിൽ ഈ കെട്ടിടത്തിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. എന്നാൽ അന്ന് ഈ വാർത്ത പാകിസ്ഥാൻ മറച്ചുവെക്കാൻ ശ്രമിച്ചു. കെട്ടിടത്തിന്റെ മുകൾ ഭാഗം ടാർപോളിൻ ഷീറ്റുകൾ ഉപയോഗിച്ച് മറച്ചുകൊണ്ട് കാര്യമായ പരിക്കേറ്റില്ലെന്ന് വരുത്തി തീർക്കാനായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ മാസങ്ങൾ നീണ്ട അറ്റകുറ്റപ്പണികൾക്കൊടുവിൽ ആ കെട്ടിടം ഇനി ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് പാക് സൈന്യത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. കെട്ടിടത്തിന്റെ അടിത്തറയ്ക്കും ആന്തരിക ഘടനയ്ക്കും ഏറ്റ ആഘാതം അത്രമേൽ വലുതായിരുന്നു. ഇവിടെയാണ് ഇന്ത്യയുടെ മിസൈൽ സാങ്കേതികവിദ്യയുടെ കരുത്ത് നാം തിരിച്ചറിയേണ്ടത്. വെറുമൊരു സ്ഫോടനമല്ല അവിടെ നടന്നത്. പെനട്രേറ്റർ വാർഹെഡുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു അത്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ തുളച്ചു കയറി ഉള്ളിൽ ചെന്ന് പൊട്ടിത്തെറിക്കുന്ന രീതിയാണിത്. പുറമേ നിന്ന് നോക്കിയാൽ ചെറിയൊരു ദ്വാരം മാത്രമേ കാണാനാവൂ എങ്കിലും ഉള്ളിലെ തൂണുകളും സ്ലാബുകളും തകർന്ന് കെട്ടിടം ആകെ തളർന്നു പോകും. മുരീദ് എയർബേസിലും സംഭവിച്ചത് ഇതുതന്നെയാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസ് അല്ലെങ്കിൽ അത്യാധുനികമായ പ്രളയ് മിസൈലുകളുടെ പ്രഹരശേഷിയാണ് ഇവിടെ തെളിയുന്നത്. ഈ കെട്ടിടം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്രോൺ പ്രവർത്തനങ്ങളുടെയും ആശയവിനിമയത്തിന്റെയും പ്രധാന കേന്ദ്രമായിരുന്നു എന്നോർക്കണം. ഈ വാർത്ത പുറത്തുവരുന്നത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാന് തകർന്നുപോയ ഇത്തരം തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ വീണ്ടും പണിതുയർത്തുക എന്നത് എളുപ്പമല്ല. അത്യാധുനികമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളും റഡാർ സംവിധാനങ്ങളും ഈ ആക്രമണത്തിൽ നശിച്ചിട്ടുണ്ടാകാം എന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ തിരിച്ചടി വെറുമൊരു പ്രതീകാത്മകമായ നീക്കമല്ലെന്നും അത് ശത്രുവിന്റെ നട്ടെല്ലൊടിക്കുന്ന പ്രഹരമാണെന്നും മുരീദ് എയർബേസിലെ ഈ ദൃശ്യങ്ങൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. അതിർത്തി കടന്നുള്ള ഭീഷണികൾക്ക് ഇന്ത്യ നൽകുന്ന മറുപടി എത്ര കൃത്യമാണെന്നതിൻ്റെ തെളിവാണ് മുരീദ് എയർബേസിലെ ഈ ശൂന്യത. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.